നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷവും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ് കമ്പൽസറി ആയിട്ടും. ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മിനിമം 50% മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയിൽ 2 സ്പെഷ്യലൈസേഷൻ ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ ടെക്നോളജിസ്റ്റായിട്ടും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റായിട്ടും ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു കോഴ്സിൻ്റെ പ്രധാന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി, the study of how the human body works, including the chemistry and physics behind basic body functionsനെ പറ്റിയാണ് പറയാനുള്ളത്. ബയോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് ഉണ്ട്. The application of chemistry to the study of biological process at the cellular and molecular level. പാത്തോളജി ആൻഡ് മെഡിസിൻ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ടോപ്പിക്സ് റിലേറ്റഡ് ടു പാത്തോളജി ആൻഡ് മെഡിസിൻ. അനസ്തേഷ്യനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാറുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് അനസ്തേഷ്യ, ബേസിക് ടെക്നിക്സ് ഓഫ് അനസ്തേഷ്യ ആൻഡ് അഡ്വാൻസ്ഡ് അനസ്തേറ്റിക് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സർജിക്കൽ പ്രൊസീജിയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ബേസിക്സ് ഓഫ് സർജിക്കൽ പ്രൊസീജിയർ ആൻഡ് CSSD പ്രൊസീജിയറിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ വരുന്നത്. ഇൻറ്റൻസീവ് കെയർ, ബേസിക് ഇൻറ്റൻസീവ് കെയറിനെ പറ്റി പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി ഇൻ സർജറി ആൻഡ് അനസ്തേഷ്യ, ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്. അഡ്മിനിസ്ട്രേഷൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്, ബേസിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ് മെയിൻ്റനൻസിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിറക്റ്റഡ് ടു ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ, അതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്. അതർ ടോപ്പിക്സ് വരുന്നത് മൈക്രോബയോളജി, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മെഡിക്കൽ ടെർമിനോളജി ആൻഡ് ബേസിക് നഴ്സിംഗ് കോൺസെപ്റ്റിനെ പറ്റിയാണ് കൂടുതൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കുന്നതിലും കൺസൾട്ടൻറ്റ് അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നതിലും ഉൾപ്പെടെ രോഗികളുടെ പെരി ഓപ്പറേറ്റീവ് കെയർ പ്രോഗ്രാം അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ, കെമിക്കൽ ഏജൻറ്റുകൾ, ഉപകരണങ്ങൾ, മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഡോസേജ് എന്നിവയുൾപ്പെടെയുള്ള അനസ്തേഷ്യയെക്കുറിച്ചും അതുപോലെ തന്നെ സർജറിക്ക് മുൻപുള്ള ഉപകരണങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അണുനശീകരണം, മദ്യകരണം, ഇൻസ്ട്രുമെൻറ്റ് മെയിൻ്റനൻസ് എന്നിവയിൽ അവർ കൂടുതലായിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽസ് നേടുന്നു എന്നുള്ളതാണ്. പ്രോഗ്രാമിൽ സിമുലേഷൻസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിശീലനവും സാങ്കേതികവിദ്യ ഉൾപ്പെടെ മെച്ചപ്പെടുത്തിയ പഠനവും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നമുക്ക് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഉത്തരവാദിത്വം, കൃത്യത, തീരുമാനമെടുക്കൽ, ടീം വർക്ക് എന്നിവയെപ്പോലുള്ള കഴിവുകൾ ഈ വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി അറിയുവാനും കോളേജ് ഡീറ്റെയിൽസിനെ പറ്റി, യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.